പരിപാടിയിലേക്ക് കടന്നു വരികയാണ്. ആദ്യമായി ഈ അനുസ്മരണ പരിപാടിക്ക് അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ബിപിൻ മാസ്റ്റർ, സുരേന്ദ്രൻ മാസ്റ്റർ, അത്തോള വാസുവേട്ടൻ, മറ്റ് നിരവധി നേതാക്കന്മാർ ഇവിടെ ഈ സാന്നിധ്യം. നമ്മുടെ പ്രിയങ്കരനായ മോഹനെ പറ്റി രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഞങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒന്നിച്ച് പ്രവർത്തിച്ചു. 4 പേർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. എൻ്റെ കൂടെ മോഹനനും അസീസും ഒരു ഇസ്മയിലും ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു. തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഓരോരുത്തർ വീട്ടിൽ പോയി 2-3 ദിവസം കഴിയുന്നതിന് മുമ്പായിട്ട് മോഹനൻ എന്നെ വിളിക്കുകയുണ്ടായി. നമുക്ക് എവിടെയാണുള്ളത്, ബാംഗ്ലൂരിൽ പോയോ അല്ലെങ്കിൽ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലാണുള്ളത് മോഹന, എന്താണ് വിളിച്ചത്? എനിക്ക് പോസിറ്റീവാണ്, എന്തോന്നറിയില്ല, നമ്മളൊക്കെ ഒന്നിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ കാര്യം പ്രയാസം. വളരെയധികം വിഷമത്തോടു കൂടി എന്നോട് പറയുകയുണ്ടായി, മോഹന മുകളിലുണ്ടാകും, എന്നെ കാണണമെങ്കിൽ നിങ്ങൾ അവിടെ വന്നാൽ എന്നെ കാണാൻ പറ്റും, വീട്ടിൽ വരരുത്. അങ്ങനെ പരിസരത്തുള്ള ആസ്പത്രികളിലെല്ലാം പോയി ചികിത്സയ്ക്ക് വേണ്ടി പോയി. അങ്ങനെ അവിടെ നിന്നും ഭേദമായില്ല. ഓരോരോ കാര്യങ്ങളും ഞങ്ങളെ മനസ്സിൽ എന്നും മായാതെ മരിക്കാതെ എന്നും നിലനിൽക്കും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. സ്നേഹമോഹനം അവാർഡ് അർഹനായ ശ്രീ അത്തോളിൽ വാസുവേട്ടൻ ഈ ചടങ്ങിന് മുഖ്യഭാഷണം നടത്തിയ രഞ്ജിത്ത് നാരോത്ത്, വി സുരേന്ദ്രൻ മാസ്റ്റർ, KP സാജു, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി CK മുഹമ്മദ് അലി, സന്തോഷ് കണ്ണമ്പള്ളി, പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് KP ആഷിം, പി കൃഷ്ണൻ മാസ്റ്റർ, KK ദിനേശൻ മാസ്റ്റർ, KC ബിന്ദു, MK രാജൻ മാസ്റ്റർ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളെ, സഹപ്രവർത്തകരെ, LP മോഹനേട്ടനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുള്ള നേതാക്കന്മാർ സംസാരിച്ചു കഴിഞ്ഞു. പൊതുവെ കിഴക്കൻ മേഖലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തമായ രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹനേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ സ്നേഹമോഹനം ട്രസ്റ്റിൻ്റെ പേരിൽ കഴിഞ്ഞ 3 വർഷങ്ങളായി കൂത്തുപറമ്പ് മേഖലയിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകന് ഒരു അവാർഡ് നൽകുന്നത്. അതിൻ്റെ 1ാമത്തെ അവാർഡിന് അർഹനായത് നമ്മുടെ കണ്ണൂർ DC സെക്രട്ടറിയായ KP സാജുവേട്ടനാണ്. അതിനുശേഷം കഴിഞ്ഞ വർഷം പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KP ഹാഷിമിനും 3ാം തവണ ഇതിനു വേണ്ടി അർഹനായത് നമ്മുടെ ഈ മേഖലയിൽ ഏത് പ്രവർത്തനങ്ങളിലും മുന്നിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ അത്തോളിൽ വാസുവേട്ടനാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, അതുപോലെ ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങുന്ന നഷ്വ ബിൻ മുഹമ്മദ് അറബിക് അക്ഷരങ്ങൾ എംബ്രോയിഡറി വർക്ക് ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച വിദ്യാർത്ഥി. അതുപോലെ ആദരവേറ്റുവാങ്ങുന്നത് മൈനോറിറ്റി കോൺഗ്രസ് മണ്ഡലം
പ്രസിഡന്റും സെക്രട്ടറിയുമായി തിരഞ്ഞെടുക്കപ്പെട്ട യൂസഫ് KP സമീർ എന്നിവരാണ്. ഏറെ അറിയാം നമുക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ പറ്റി ഇവിടെ വ്യക്തമായി നമ്മുടെ MP പ്രതിപാദിക്കും. അതോടൊപ്പം നമ്മുടെ അവാർഡിനെ പറ്റി ചെറിയൊരു പരിചയപ്പെടുത്തൽ ആവശ്യമാണ്. അതിനുവേണ്ടി KK ദിനേശൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ശ്രീ NP മോഹനേട്ടൻ്റെ അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. 2021 ഓഗസ്റ്റ് 13 നമ്മെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് അകാലത്തിൽ ആകസ്മികമായി ശ്രീ മോഹനേട്ടൻ്റെ വേർപാട്. ഇക്കഴിഞ്ഞ 13 അദ്ദേഹത്തിൻ്റെ 3ാം ചരമവാർഷികം നമ്മൾ ആചരിച്ചു. അതിൻ്റെ ഭാഗമായുള്ള അനുസ്മരണ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം സ്നേഹമോഹനം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു പ്രസ്ഥാനം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരും കൂടി രൂപീകരിച്ചൊരു സംഘടനയാണ്. ഈ സംഘടന കഴിഞ്ഞ 3 വർഷം കൊണ്ട് ചെറുതും വലുതുമായ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ മേഖലയിൽ ഏറ്റെടുത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ മോഹനേട്ടൻ്റെ ഏറ്റവും പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഈ സ്നേഹമോഹനം ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 3 വർഷമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച പൊതുപ്രവർത്തകന്, സാമൂഹ്യ പ്രവർത്തകന് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹമോഹനം പുരസ്കാരം ഇത്തവണ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രദേശത്തുകാരൻ ശ്രീ അത്തോളിൽ വാസുവേട്ടനെയാണ്. ശ്രീ അത്തോളിൽ വാസുവേട്ടനെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വിളക്കോട്ടൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം വലിയ മേഖലകളിലേക്ക് എത്തിപ്പെടുകയും പക്ഷേ വന്ന വഴി ഒട്ടും മറക്കാതെ സ്വദേശത്തും വിദേശത്തുമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലും മറ്റും നമ്മുടെ നാട്ടിലെ ഒരുപാട് പേർക്ക് ജോലി നൽകുകയും അതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തന രംഗത്ത്, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹം ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കുകയും ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമുക്കറിയാം, ഒരു പരിയാരത്തിനടുത്ത് ഒരു കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥ പത്രത്തിൽ നിന്ന് മനസ്സിലാക്കി ആ കുടുംബത്തിന് സ്വന്തം ചെലവിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപ അവശത അനുഭവിക്കുന്ന ആർത്തരായ ആലംബഹീനരായ ആളുകൾക്ക് ഒരുപാട് ധനസഹായം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മികവ് പരിഗണിച്ചുകൊണ്ട് ആ സമർപ്പിത സേവനത്തിന് അംഗീകാരമായിട്ടാണ് മോഹനേട്ടൻ്റെ പേരിലുള്ള ഈ അവാർഡ് പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത്. ഈ പുരസ്കാര സമർപ്പണം ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ഈ സ്നേഹമോഹനം ചാരിറ്റബിൾ ട്രസ്റ്റിന് ഏറെ സന്തോഷമുണ്ട്. ആ പുരസ്കാരം അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തിച്ചേർന്നു എന്നതിൽ ഈ സന്തോഷം ഇവിടെ പങ്കിടുന്നു. നിർത്തുന്നു. നന്ദി. വോട്ടുകൾക്ക് വിജയിച്ച് നമ്മുടെയൊക്കെ ഇവിടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ വിപിൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച അത്തോളി വാസുവേട്ടൻ, ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട DCCയുടെ സെക്രട്ടറി ശ്രീ KP സാജു ഓറുകൾ, KPCCയുടെ അംഗവും നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സന്തോഷ് കണ്ണുമള്ളി DC സെക്രട്ടറി, പ്രിയങ്കരനായ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KP ഹാഷ്യം, പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ കൃഷ്ണൻ മാസ്റ്റർ, മണ്ഡലം സെക്രട്ടറി ശ്രീ MK രാജ. സ്നേഹമോഹൻ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദരപൂർവ്വം അത്തോളി വാസുവേട്ടനെയും അവാർഡ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വടകര MP ഷാഫി പറമ്പിൽ അവരുടെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അറബി അക്ഷരങ്ങൾ എംബ്രോയിഡറി വർക്ക് ചെയ്ത ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച വിദ്യാർത്ഥി നഷ്വ ബിൻ മുഹമ്മദിന് അവാർഡ് നൽകുന്നത് ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിലാണ്. ആദരവ് ഏറ്റുവാങ്ങാൻ നഷ്വ ബിൻ മുഹമ്മദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പോരൂർ മണ്ഡലം മൈനോറിറ്റി കോൺഗ്രസ് ചെയർമാനായി സ്ഥാനം കിട്ടിയ ബഹുമാനപ്പെട്ട യൂസഫ് കെ പി അവാർഡ് ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട വടകര എം പിയും ക്ഷണിച്ചുകൊള്ളുന്നു. യൂസഫ് കെ പി, ചെയർമാൻ മൈനോറിറ്റി കോൺഗ്രസ് പോരൂർ മണ്ഡലം. മൈനോറിറ്റി കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി സ്ഥാനം കിട്ടിയ സമീർ വിയെ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു. ആദരവ് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട വടകര എം പിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട എം പിക്കുള്ള പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അവാർഡ് പുരസ്കാരം KP അഹമ്മദ് നൽകുന്നതാണ്. എല്ലാം ജനകീയ ആവശ്യങ്ങളും ജനങ്ങളുടെ കാര്യങ്ങളുമാണ്. പരമാവധി പറ്റാവുന്നിടത്തൊക്കെ പോകാനും ജനങ്ങളുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അതുതന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്തമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരാളാണ് MP മോഹനൻ എന്നുള്ളത് ഈ നാടിന് നിസ്സംശയം പറയാവുന്ന ഒരാളുമാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അദ്ദേഹത്തെ പോലെ ഒരാളുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, സാന്നിധ്യം അത് എത്രത്തോളം മികച്ചതായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും നമ്മൾ തിരിച്ചറിയുക തന്നെയാണ്. അത് ഒരു പൊതുപ്രവർത്തകന് കിട്ടാവുന്ന ഏറ്റവും നല്ല അംഗീകാരം എന്നുള്ള പറയുന്നത് പലപ്പോഴും പദവികളാണ് പൊതുപ്രവർത്തകരുടെ അംഗീകാരമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇന്ന പദവിയിലേക്ക് എത്തിയ ഒരാൾ, ഇന്ന പദവിയിൽ ഇരുന്ന ഒരാൾ, ഇന്ന പദവി അലങ്കരിച്ച ഒരാൾ, അല്ലെങ്കിൽ ഇന്ന പദവിക്ക് അലങ്കാരമായ ഒരാൾ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് പൊതുപ്രവർത്തകന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം താൻ പ്രവർത്തിക്കുന്ന മേഖലയിലെ ജനങ്ങളുടെ ഇഷ്ടവും വിശ്വാസവുമാണെങ്കിൽ അതിലൊരാളായിരുന്നു MP മോഹനൻ എന്നുള്ളത് ഇവിടെ പങ്കെടുക്കുന്ന ആളുകളോട് അദ്ദേഹത്തെപ്പറ്റി ചോദിക്കുമ്പോൾ, ഞാൻ നേരിട്ട് ഒരുപാട് ഇടപെട്ടിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ എനിക്ക് നേരിട്ടുള്ള അറിവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ നമ്മളൊരാളെ പറ്റി ചോദിക്കുമ്പോൾ, ഇപ്പോൾ മോനേട്ടൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ വരുന്നു, എന്തായിരുന്നു മോനേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം വരുന്ന ഉത്തരം മോനേട്ടൻ എല്ലാമായിരുന്നു എന്നുള്ളതാണ് ആദ്യം വരുന്ന ഉത്തരങ്ങളിലൊന്ന്. മോനേട്ടൻ പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കരുത്തനായ നേതാവായിരുന്നു. മോനേട്ടൻ സഹകരണ രംഗത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. മോനേട്ടൻ സേവന രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഒക്കെ അവനവനെ കൊണ്ട് സാധ്യമായ ഇടപെടലുകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അനുസ്മരിക്കുമ്പോൾ അവരെപ്പോലുള്ള ആളുകളുടെ സർവീസ് പാർട്ടിക്ക് എത്ര പ്രധാനപ്പെട്ടതാണ്, നാടിന് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ഈ അനുസ്മരണ ദിവസത്തിൽ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ, മോനേട്ടനെ ഓർക്കുമ്പോൾ, അനുസ്മരണം നടത്തുമ്പോൾ, ഇതുകൂടെ സംഗമം നടത്തുമ്പോൾ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിലേറ്റവും നല്ല അനുസ്മരണം അദ്ദേഹത്തിന് നടത്തിക്കൊടുക്കാൻ കഴിയാവുന്നത് ഏറ്റവും കൂടുതൽ താഴെത്തട്ടിൽ സംഘടനയുടെ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി നടത്തുമ്പോഴാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും തിരിച്ചറിവും അതുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ. അതിന് ഈ ദിവസം നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് മാത്രമാണ്. ഞാൻ മറ്റ് കാലിക രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ വാസുവേട്ടന് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ എന്നോട് ആരോ പറയായിരുന്നു, വാസുവേട്ടൻ ഇങ്ങനെ നമ്മുടെ ഈ പൊതുകാര്യങ്ങളിലും ഈ സേവന പ്രവർത്തനങ്ങളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഒക്കെ കഴിയാവുന്ന ഇടപെടൽ നടത്തുന്ന ഒരാളാണ്. വാസുവേട്ടൻ അതിന് ഒറ്റ മറുപടിയാണ് ഇപ്പോൾ ഈ കസേരയിൽ എന്ന് പറഞ്ഞത്, ആവും പോലെ ഞാനും ചെയ്യുന്നുണ്ട്, ആവും പോലെ ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ ഒരു ചെറിയ വാക്കാണെങ്കിലും അതൊരു പ്രധാനപ്പെട്ട വാക്കാണ്. ആവും പോലെ ഓരോരുത്തരും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ യൂസഫ് അലിയെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ആലോചിക്കും, നമ്മൾ രവി പിള്ളയുടെയൊക്കെ പോലെ ആണെങ്കിൽ സുനിൽ മാഷ്
രവി പിള്ളയുടെ പോലെയൊക്കെ ആണെങ്കിൽ അത്ര പൈസ ഉണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആലോചിച്ച ഒരു കാര്യം പിന്നെ എനിക്ക് മനസ്സിലായി, ആ ആലോചിക്കുന്നവൻ ഒന്നും ചെയ്യൂല. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആലോചിക്കുന്നവരൊന്നും ചെയ്യില്ല. ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തവനെ കൊടുത്ത ചരിത്രമുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെയാണ് ആവും പോലെ എന്നുള്ള വാക്കിന്റെ പ്രാധാന്യം വരുന്നത്. നമ്മുടെ എല്ലാ പ്രയാസവും തീർന്നിട്ട് ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്താൻ തീരുമാനിച്ചാൽ അത് നടപടിയാവില്ല. നമ്മുടെ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് ഇങ്ങനെ നടക്കും. അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് പറ്റാവുന്ന ചില കാര്യങ്ങൾ, അതിപ്പം ഒരാൾക്ക് വേണ്ടി നിലകൊള്ളുക, ഇടപെടുക എന്നുള്ളതിന്റെ അർത്ഥം പൈസ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമാവൂല. അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. ഒരാൾക്ക് വേണ്ടി ഇടപെടുക, നിലകൊള്ളുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരാൾക്ക് വേണ്ടി ഇടപെടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു വാക്കാവാം, ചിലപ്പോൾ അതൊരു നോട്ടമാവാം, ചിലപ്പോൾ അതൊരു ചിരിയാവാം, ചിലപ്പോൾ അതൊരു ചേർത്ത് പിടിക്കലാവാം, ചിലപ്പോൾ അതൊന്ന് പുറത്തൊന്ന് തട്ടലാവാം, ചിലപ്പം കയ്യിൽ നിന്ന് വീണ് ഒരു പെണ്ണ് കുമ്പിട്ട് എഴുന്നേറ്റ് നിന്ന് എടുത്ത് കൊടുക്കലാവാം. ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങളെന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ മദർ തെരേസയോട് ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും മഹാകാര്യം എന്താണെന്ന്. അപ്പൊ അവർ പറഞ്ഞു, ഐ ഡോണ്ട് ഡു ഗ്രേറ്റ് തിങ്സ്, ഐ ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്. ഞാൻ വലിയ കാര്യമൊന്നും ചെയ്യുന്നില്ല, ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടെ തൻ്റെ ജീവിതത്തിൽ വന്ന സൗകര്യങ്ങൾ, അത് കഠിനാധ്വാനം ചെയ്ത് സാഹചര്യങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങൾ, അതുകൊണ്ട് ജീവിച്ചു പോകുമ്പോൾ വേറെ ആൾക്ക് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ആരുടെയും മുമ്പിൽ പ്രസക്തമല്ല. ആരും അങ്ങനെ ചോദിക്കാൻ, അയാൾ ഗവൺമെന്റ് അല്ല, അയാൾ പഞ്ചായത്തല്ല, അയാൾ മുനിസിപ്പാലിറ്റി അല്ല, അയാൾ പിന്നെ MP അല്ല, MLA അല്ല. MP ആവാൻ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. അത് അറിഞ്ഞിട്ട് വേണം ഇതൊക്കെ പറയണമെന്നുമാണ് വിചാരിക്കാൻ. ഒന്നുമല്ല. ഇപ്പോൾ MP-യും MLA-യും പഞ്ചായത്തും മുനിസിപ്പാലിറ്റി ഒന്നും അല്ല. പക്ഷെ എന്താ, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന സൗകര്യങ്ങൾ അതെൻ്റേത് മാത്രമല്ല, അതെൻ്റെ ചുറ്റിനും നിൽക്കുന്ന ഒരാളുടെ കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ കൂടിയാണ്, അവർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത് കൂടിയാണെന്നുള്ള ഒരു മനുഷ്യന്റെ ചിന്ത. അതാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ വാസുവേട്ടൻ ആലോചിക്കുകയാണ്, ഇപ്പം എന്നെക്കാളും പൈസ ഉള്ള എത്ര ആൾക്കാരുണ്ട്, അവരാരെങ്കിലും ചെയ്തോട്ടെ, ഞാൻ എന്തിനാ ചെയ്യുന്നതെന്ന് ആലോചിച്ച് ആർക്കും കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള അതൊരു മനസ്സാണ്. അതാ ഞാൻ പറഞ്ഞു, ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും ചെയ്തവനെ ചെയ്ത ചരിത്രമുള്ളൂ. നമുക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്നവരെയും മരണപ്പെട്ടു പോയവരെയും ഒക്കെ മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ സാധ്യമല്ല. മറക്കാൻ സാധിക്കാത്തവരെയാണ് നമ്മളെപ്പോഴും ഓർമ്മിക്കുക, അല്ലെങ്കിൽ അവരെ അനുസ്മരിക്കുക. ആ അനുസ്മരണത്തിൽ അദ്ദേഹം എന്തുകൊണ്ടും നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന ഒരു നിറസാന്നിധ്യം എന്നുള്ള നിലയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ അദ്ദേഹത്തോട് ഒരുമിച്ചുണ്ടായിരുന്ന ഒരു വികാരം സ്നേഹമായിരുന്നു. സ്നേഹവായ്പോടുകൂടി എല്ലാവരുടെയും മനസ്സിനെയും ശരീരത്തെയും സ്നേഹം കൊണ്ട് ലാളിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരൻ. ആ സഹോദരൻ്റെ ഓർമ്മകൾ ഇന്ന് 3-ാം വർഷം എന്നുള്ള നിലയിൽ നമ്മൾ ഓർമ്മിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിൽ പങ്കെടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട MP തന്നെ എത്തിച്ചേരുന്നു എന്നത് നമുക്ക് വലിയ കാര്യമായി തോന്നുകയാണ്. നമ്മുടെ ഇടയിൽ നിന്നും ആകസ്മികമായി കടന്നുപോയ പ്രിയപ്പെട്ട NP മോഹനൻ്റെ 3-ാം ചരമ വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അനുസ്മരണ സമ്മേളനം ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം മോഹനൻ്റെ സ്മരണ നിലനിർത്താൻ സ്നേഹമോഹനം എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കുകയും ആ ട്രസ്റ്റ് എല്ലാ വർഷവും നമ്മുടെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പുരസ്കാരം പ്രഖ്യാപിക്കാറുണ്ട്. ആ പുരസ്കാര ജേതാവ്, ഈ വർഷത്തെ പുരസ്കാര ജേതാവ് നമ്മുടെ മേഖലകളിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ സഹായം നൽകുന്ന പ്രിയപ്പെട്ട ഉറച്ച ഒരു കോൺഗ്രസ്സുകാരൻ കൂടിയായ, കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന അത്തോളിൽ തറവാട്ടിൽ നിന്നുള്ള അത്തോൾ വാസുവേട്ടൻ ഇവിടെ അർഹനായി. അദ്ദേഹത്തിന് ആ ഒരു
പുരസ്കാരം ഇവിടെ സമ്മാനിക്കുന്നു. അതോടൊപ്പം ഇവിടെ പലതരത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച വിദ്യാർത്ഥികളുടെ ആദരവുമുണ്ട്. ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകന് കൊടുക്കാൻ പറ്റാവുന്ന, മരണശേഷം കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഒരു ആദരവായി ഞാൻ ഈ ചടങ്ങിനെ കാണുകയാണ്. മോഹനെ കുറിച്ച് തൂവക്കുന്നിൽ ഞാൻ പറയുന്നത് ഒരു അധികപ്പറ്റാണ് എന്നെനിക്കറിയാം. കാരണം എന്നേക്കാളേറെ ഒരുപക്ഷെ അദ്ദേഹവുമായി അടുത്ത് ഇടപെട്ട ആളുകളാണ് നിങ്ങളൊക്കെ തന്നെ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മോഹനൻ എത്രമാത്രം ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നുപോയി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ലോകത്ത് നമുക്കറിയാവുന്ന, നമ്മൾ ജനിച്ചതിന് ശേഷം നമുക്കറിയാവുന്ന ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ എല്ലാ ആളുകളെക്കുറിച്ചും നമ്മൾ ഇതുപോലെ ഒരു അനുസ്മരണ സമ്മേളനങ്ങൾ നടത്താറില്ല, ഓർക്കാറില്ല എന്നുള്ളതും നമ്മുടെ മുമ്പിലുള്ള ഒരു സത്യമാണ്. എന്തുകൊണ്ടാണ് ചിലരെക്കുറിച്ച് മാത്രം, എന്തുകൊണ്ടാണ് അപൂർവമായ ആളുകളെ നമ്മൾ ഇത്തരത്തിൽ എല്ലാ വർഷവും ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ആലോചിക്കേണ്ടത്. അവരൊക്കെ തന്നെ ജീവിതകാലത്തിന് ശേഷവും മരണശേഷവും ആളുകളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകന് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക? ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ സാമൂഹ്യ പ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകാപരമായ ജീവിതം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പിന്തുടരാൻ പറ്റാവുന്ന തരത്തിലുള്ള മാതൃകാപരമായ ജീവിതം നയിച്ച ആളുകളെയാണ് മരണശേഷം നമ്മൾ ഓർമ്മിക്കാറുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മോഹനൻ ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത്. ഈ മേഖലയിൽ തൂവക്കുന്ന്, അതുപോലെ പൊയിലൂരിൻ്റെ, തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ പാനൂരിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതിശക്തമായ നേതൃത്വം കൊടുത്ത ഒരു നേതാവായിരുന്നു പ്രിയപ്പെട്ട മോഹനൻ. ചെറിയ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, CPM-ന് ഏറെ വളക്കൂറുള്ള ഒരു പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. എന്നിട്ടും ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനായി, കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം ഭാരവാഹിയായി, കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹിയായി, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി അദ്ദേഹം വ്യത്യസ്ത മേഖലകളിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ വൃത്തിയായി കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും അദ്ദേഹത്തെ പ്രിയങ്കരനാക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും എല്ലാവരെയും ഒരുപോലെ കാണാനും അതുപോലെ കൊണ്ടുപോകാനും അദ്ദേഹത്തെ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ എനിക്ക് മുന്നേ സംസാരിച്ച ആളുകളായാലും വരാനിരിക്കുന്ന ആളുകളായാലും നിങ്ങളോട് എന്ത് പറയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി. ഈ മേഖലയിൽ സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഏത് ഇഷ്യൂ വരുമ്പോഴും, ഏത് വിഷയം വരുമ്പോഴും അതിലിടപെട്ട് അതിൻ്റെ എല്ലാ തരത്തിലുള്ള അവസാനിപ്പിക്കാനും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അക്രമം നടന്ന ഒരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. RSSകാരനും CPM-കാരനും മുഖാമുഖം ഏറ്റുമുട്ടി ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ട ഒരു മണ്ണിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖല എന്ന് പറയുമ്പോൾ ഇതിനപ്പുറം പൊയിലൂരിൽ ഒരു ദിവസം നേരം വെളുത്ത് അന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് 4ഓളം ആളുകൾ ഒരേ ദിവസം കൊല്ലപ്പെട്ട സംഭവങ്ങൾ പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം കാലഘട്ടങ്ങളിൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്താൻ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ആ പ്രദേശങ്ങളിൽ കൃത്യമായ പ്രവർത്തനം പ്രിയപ്പെട്ട മോഹനൻ നടത്തിയിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു ചരിത്ര വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ 3 വർഷം കഴിയുമ്പോഴും അദ്ദേഹം എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒരു വലിയ കാര്യമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പാർട്ടിക്കും ഉണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് ചെറുതല്ല. ഇപ്പോൾ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കണ്ണുകളിൽ നിന്ന് നമ്മളെ കാണുമ്പോൾ വല്ലാത്തൊരു വിമ്മിഷ്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഇന്നലെ മരിച്ചതുപോലെ, കഴിഞ്ഞ ദിവസം മരിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പച്ച പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വേദിയിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട മോഹനൻ, അദ്ദേഹം എത്ര കാലം മരിച്ച് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പച്ച പിടിച്ചു നിൽക്കും. ചിലരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്,
ഇല്ല, മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ള മുദ്രാവാക്യം പ്രിയപ്പെട്ട മോഹനെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അനിഷേധ്യ അധ്യക്ഷനായിരുന്ന ശ്രീ NP മോഹനന്റെ അനുസ്മരണ സമ്മേളനമാണ് 2021 ആഗസ്റ്റ് മാസം 13-ാം തീയതി നമ്മളോട് വിട പറഞ്ഞ മോഹനേട്ടൻ ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നതാണ് ഈ അനുസ്മരണ സമ്മേളനം സാക്ഷ്യം വഹിക്കുന്നത്. ഈ അനുസ്മരണ സമ്മേളനം ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വടകര MP ഷാഫി പറമ്പലിന് പോലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും സ്മൃതി മോഹനൻ ട്രസ്റ്റിൻ്റെയും ഹൃദ്യംഗമായ നന്ദി അറിയിക്കുകയാണ്. സ്നേഹമോഹനൻ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട പ്രവാസി വിളക്കോട്ടൂരിലെ അത്തോളിൽ വാസോട്ടന് അദ്ദേഹത്തിന് സ്നേഹമോഹനൻ ട്രസ്റ്റിൻ്റെയും പോലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ആദരവ് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങിയ നഷ്ബ ബിൻ മുഹമ്മദ്, അതേപോലെ ആദരവ് ഏറ്റുവാങ്ങിയ യൂസഫ് KP മൈനോറിറ്റി കോൺഗ്രസ്, അതേപോലെ സമീർ V ജനറൽ സെക്രട്ടറി മൈനോറിറ്റി കോൺഗ്രസ് എന്നിവർക്കും പോലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇവിടെ അനുമോദന പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട KPCC മെമ്പർ V സുരേന്ദ്ര മാസ്റ്റർ, അതേപോലെ ഇവിടെ സംസാരിച്ച KP സാജു, അതേപോലെ രഞ്ജിത്ത് താറോത്ത്, സന്തോഷ് കണ്ണമ്പള്ളി, KP ഹാഷിം, P കൃഷ്ണൻ മാസ്റ്റർ, ദിനേശൻ മാസ്റ്റർ, KP അഹമ്മദ്, ബിന്ദു KC അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാർക്കും പോലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കൃതജ്ഞത നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസിൻ്റെയും അതേപോലെ മറ്റ് പോഷക സംഘടനകളുടെയും പ്രവർത്തകന്മാർക്കും അതേപോലെ ബഹുമാനപ്പെട്ട മുഴുവൻ നാട്ടുകാർക്കും ഈ പോലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ശബ്ദവും നമുക്ക് ക്രമീകരിച്ചു വന്ന ബിജു കല്ലിക്കണ്ടിക്കും സ്ഥലം അനുവദിച്ചു തന്ന സിറ്റി ഫർണിച്ചർ ഉടമയ്ക്ക് പോലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയംഗമായ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അധ്യക്ഷന്റെ അനുവാദത്തോടെ അറിയിക്കുകയാണ്.